അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ലോക ആഫിയത്തും സലാമത്തും ബറക്കത്തും നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിന്റെ കുടുംബം, കമന്റിൽ സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു പ്രത്യേകമായ ഖൈർ നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പോരിശാക്കപ്പെട്ട ശഅബാനിന്റെ പരിശുദ്ധ വെള്ളിയാഴ്ചയുടെ പോരിശാക്കപ്പെട്ട പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ശഅബാനിന്റെ പ്രധാനപ്പെട്ട അമൽ ശഹ്റു സ്വലാത്ത്. അതിൻ്റെ പ്രത്യേക മാസമാണ് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലണമെന്ന് അള്ളാഹുവിൻ്റെ വഹയിൻ്റെ ആയത്ത് വരുന്നത് ശഅബാനിലാണ്, പിന്നെ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ശഅബാനിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പ്രത്യേകമായ ഓഫറുകൾ, റമളാനിൽ പോലും ഇല്ലാത്ത പ്രത്യേക ഓഫർ ശഅബാനിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ കാണാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ശഅബാനിൽ 1000 സ്വലാത്ത്, ശഅബാൻ മാസത്തിൽ മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ ഒരു ദിവസമല്ല, ശഅബാൻ മാസത്തിൽ 1000 സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വല്ലാത്ത ഫളല പറയുന്നത്. ശഅബാനിൻ്റെ ഓരോ ദിവസവും 700 സ്വലാത്തിൽ കുറയാതെ ചൊല്ലണം. അതാണ് അതിൻ്റെ ഒരു മര്യാദ, അദബ് എന്നൊക്കെ ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നവരാണ്. പക്ഷേ അല്ലാഹുവേ, ഈ ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എൻ്റെ ഒരു സമ്മാനം ഞാൻ കൊടുക്കാൻ പോവാ, 1000 സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലാൻ തയ്യാറായാൽ തീർച്ചയായും അവർക്ക് അല്ലാഹു കൊടുക്കാൻ പോകുന്ന പ്രതിഫലം നമുക്ക് കിതാബിൽ കാണാം. നമുക്ക് ഹദീസ് ഒന്ന് പരിശോധിക്കാം. എന്താണ് അതിൻ്റെ പ്രതിഫലം എന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശഅബാൻ അല്ലാത്തപ്പോഴും 1000 സ്വലാത്ത് വീതം പതിവായി ചൊല്ലിപ്പോരുന്നവർക്ക് സ്വർഗം കാണാതെ മരണം ഉണ്ടാകില്ല. അവർ മരിച്ചാൽ സ്വർഗം കണ്ടിട്ടേ മരിക്കുള്ളൂ. അത്രയേറെ ഫضലാണ്. പ്രത്യേകിച്ച് ശഅബാനിലാകുമ്പോൾ ഫضല് കൂടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. അപ്പോൾ ഈ സ്വലാത്ത് 1000 സ്വലാത്ത് പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ സാധാരണ നോർമൽ, അത് ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല, ഏത് മാസമാണെങ്കിലും കുഴപ്പമില്ല. സ്വലാത്തിൻ്റെ മാസമൊന്നും ആകണ്ട, ഇത് സ്വലാത്തിൻ്റെ മാസമാണ് ഷഹ്റു ശഅബാൻ. അല്ലെങ്കിൽ പോലും ഏത് മാസത്തിലും കോമൺ ആയിട്ട് സ്വലാത്ത് 1000 സ്വലാത്ത് ഡെയിലി, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് പതിവാക്കി കൊണ്ടുപോരുന്നവരെ സംബന്ധിച്ചിടത്തോളം ലം യമുത് ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്ന, സ്വർഗം കണ്ടിട്ടില്ല അവർ മരിക്കൂല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1000 സ്വലാത്ത് മുടങ്ങാതെ അത് ചൊല്ലാൻ എല്ലാവരും കൊണ്ട് പറ്റൂല. ചൊല്ലുന്നവർ സ്വർഗാവകാശികളായിരിക്കും. ഞാൻ ചൊല്ലുന്നുണ്ട് എന്ന് കരുതി ഞാൻ ഇപ്പോൾ കേമനാണ് എന്ന് കരുതി നമ്മളെ മോശമാകാൻ പാടില്ല. അങ്ങനെ മോശമാകൂല യഥാർത്ഥത്തിൽ സ്വർഗാവകാശികൾ. അപ്പോൾ സ്വർഗാവകാശികൾക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അമലാണ് സ്വലാത്ത് 1000 വീതം. യുഫ്തഹു ലഹു അബ്വാബുൽ ആഫിയ, ആഫിയത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കും. അവരുടെ തെറ്റുകൾ അള്ളാഹു എത്ര ഉണ്ടെങ്കിലും മാച്ചു കൊടുക്കും. പിന്നെയോ അവരുടെ ഹാജാത്തുകൾ അള്ളാഹു വീട്ടിക്കൊടുക്കും. എന്നിട്ടോ അവരോട് സ്വർഗം കൊണ്ട് ഗുഡ് ന്യൂസ്, സുവാർത്ത അറിയിച്ചു കൊടുക്കും. അവർക്ക് സ്വർഗമുണ്ട് എന്ന് അവരോട് പറയപ്പെടും. എത്ര സൗഭാഗ്യം നോക്കി. 1000 സ്വലാത്ത് ഡെയിലി ചൊല്ലുന്നവർ എല്ലാ സമയത്തും എല്ലാ മാസത്തിലും. ശഅബാനിൽ 700 സ്വലാത്ത് മിനിമം, ഏറ്റവും മിനിമം സ്വലാത്തിൻ്റെ ഷഹ്റു സ്വലാത്താണ്, സ്വലാത്തിൻ്റെ മാസമാണ്. 700 സ്വലാത്ത് മിനിമം വേണമെന്നാണ്. പ്രത്യേക ഒരു മലക്കുണ്ട് ശഅബാനിൽ 700 സ്വലാത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. എന്നെ ആൾ ചൊല്ലിയിട്ടുണ്ട് നബിയൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ, ആ മലക്കിന് പ്രത്യേക പണി എന്തറിയോ? നമ്മൾ മരിച്ചാലും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അള്ളാഹ്. ഇസ്തിഗ്ഫാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മലക്കിൻ്റെ ദുആ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മരണം മോശമാകുമോ? അവരുടെ ഖബറിൽ കിടക്കുമ്പോൾ പ്രയാസപ്പെട്ടു പോകുമോ? മലക്കൾ ദ്വാരുന്നുകൊണ്ടിരിക്കുകയല്ലേ പാവം പൊറുക്കണേ. പിന്നെ തെറ്റുകൾ കൊണ്ട് ഖബറിൽ അദാബിലാകുമോ? ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് 700 സ്വലാത്ത് മിനിമം നമുക്ക് വേണം. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ടവരെ പ്ലസ് ഒരു 300 ചേർത്ത് ഒരു 1000 ആക്കാൻ കഴിഞ്ഞാൽ ഈ ശഅബാൻ മൊത്തത്തിൽ എടുത്താൽ ഒരു 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയിട്ടുള്ളൂ എങ്കിൽ പോലും മൻ സ്വല്ല അലൈഹി ഫി ശഅബാൻ അൽഫ മറ, ശഅബാനിൽ 1000 സ്വലാത്ത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം ഖദല്ലാഹു ലഹു മിഅത്ത അൽഫി ഹാജ, അള്ളാഹു അവരുടെ 1,00,000 ആവശ്യം വീട്ടിക്കൊടുക്കും. 1,00,000 ആവശ്യം ഉണ്ടോ നമുക്ക്? ഇല്ല. എങ്ങനെ എണ്ണിയാലും 1,00,000 ഉണ്ടാകില്ല. 1,00,000 ആവശ്യം അള്ളാഹു വീട്ടിക്കൊടുക്കും. ഇവിടെ ദുനിയാവിൽ മാത്രമല്ല, പിന്നെയോ മിൻ ഹവായിജി ദുനിയാവുൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും. ദുനിയാവിലെ ഏറ്റവും വലിയ ആവശ്യം എന്താ? അള്ളാഹുവെ ആഫിയത്തോടെ ജീവിച്ച് ഈമാനോടെ ഈമാൻ സലാമത്തായി മരിക്കണം, ഇതല്ലേ? അതും ആവശ്യം വീട്ടിയിട്ട് പിന്നെയും കിടക്കുകയാണ്.
1,00,000-ൽ ഒരാവശ്യമല്ലേ ആയിട്ടുള്ളൂ. ആഖിറത്തിൽ നിന്ന് എന്താ ആവശ്യം? അള്ളാഹുവെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കണം. ആവശ്യം പിന്നെയും കിടക്കല്ലേ പ്രിയപ്പെട്ടവരെ, പിന്നെയും കിടക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല 1,00,000 ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആവശ്യം നിറവേറ്റി നൽകുന്ന അമലാണ് ശഅബാൻ മൊത്തത്തിൽ ഒരു 1000 സ്വലാത്തെങ്കിലും ചൊല്ലാൻ പറ്റാന്നുള്ളത്. ഡെയിലി 1000 ആണെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് വർത്താനം പറയേണ്ട. കതബ ലഹു 100,000 ഹസന. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 1,00,000 നന്മ രേഖപ്പെടുത്തും. അപ്പോൾ 1000 സ്വലാത്ത് ഒരു മാസത്തിൽ ശഅബാനിൽ ചൊല്ലുന്നവർക്ക് 1,00,000 നന്മ രേഖപ്പെടുത്തും. 1,00,000 ആവശ്യം നിറവേറ്റി കൊടുക്കും, 1,00,000 നന്മ രേഖപ്പെടുത്തി കൊടുക്കും. മഹാൻഹു 100,000 സയ്യ. 1,00,000 തിന്മകളാണ് മാറ്റി കൊടുക്കും. നന്മ കൊടുത്തിട്ടും പോരാ, തിന്മകൾ മാച്ചും കൊടുക്കുന്നതാണ്. വറഫഅ ലഹു 100,000 ദറജ. അള്ളാഹു 1,00,000 ദറജ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു പദവി കിട്ടിയാൽ പോരെ, ഇത് 1,00,000 പദവി അള്ളാഹു കൂട്ടിക്കൊടുക്കും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇനി അണ്ടർലൈൻ ചെയ്ത് കേൾക്കേണ്ട ഭാഗമാണ്. കണ്ണും കാതും കുറിപ്പിച്ചിരുന്നോ. എന്താ പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ബഅസല്ലാഹു ഇലൈഹി അൽഫ മലക്കിൻ. 1000 മലക്കിനെ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് അള്ളാഹു പറഞ്ഞു വിടും. 1000 മലക്കിനെ എന്തിനാ പറഞ്ഞു വിടുന്നത്? ആ മനുഷ്യനെ യഹ്ഫുലൂനഹു ബികുല്ലി ആമിഹി, ഒരു വർഷം അടുത്ത ശഅബാൻ വരെ ഈ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സെക്യൂരിറ്റിയായി 1000 മലക്ക് കൂടെ ഉണ്ടാകും. അയാൾ ആക്രമിക്കാൻ പറ്റില്ല, അയാൾ അപകടത്തിൽപ്പെടില്ല, അയാൾ കെണിപ്പെടില്ല, അയാളെ ഉപദ്രവിക്കാൻ പറ്റില്ല, ഒന്നും നടക്കില്ല. പിശാചിന് പോലും ദൂരെ നിന്ന് ഇങ്ങനെ എത്തി നോക്കാമെന്നല്ലാതെ അടുത്തേക്ക് വരാൻ പറ്റില്ല. 1000 മലക്ക് എപ്പോഴും തൻ്റെ സെക്യൂരിറ്റികളായി കൂടെ ഉണ്ടാവും. ആലോചിച്ച് നോക്കി, അള്ളാഹു അങ്ങനെ പറഞ്ഞു വിടുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. കണ്ടില്ലേ? ഇനിയോ പ്രിയപ്പെട്ടവരെ, വയസ്തഗ്ഫിറൂന അയ്യാമ ഹയാത്തിഹി. ഈ മനുഷ്യന് ജീവിതകാലം മുഴുവൻ എത്ര ലൈഫ് ടൈം ഉള്ളത്, എത്ര വർഷമാണ്, ആ വർഷം മുഴുവനും മലക്കുകൾ ഇങ്ങനെ ദ്വാരുന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദ്വാ സമ്മേളനം മലക്കുകളിലൂടെ നടന്നുകൊണ്ടിരിക്കും. 1000 മലക്കുകൾ എപ്പോഴും ദ്വാരക്കുക. ആലോചിച്ച് നോക്കി, എത്ര വലിയ സൗഭാഗ്യമാണെന്ന്. അപ്പോൾ ഇതാ മാത്ത. ഇനി മരിച്ചാലോ? മരിക്കുന്നവരെ പ്രവൃത്തി എപ്പോഴുണ്ടാവും, സെക്യൂരിറ്റി ആയിട്ട് കൂടെ ഉണ്ടാവും, പ്രൊട്ടക്ഷൻ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മലക്കുകളോട് ചെല്ലാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം. ഈ 1000 മലക്കുകൾ ഖബറിലേക്ക് ചൊല്ലണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? നന്മകൾ ഈ മനുഷ്യൻ്റെ പേരിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കണം. ആൾ ഖബറിൽ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരാൾ മരിക്കാതെയാകുന്ന നന്മയത്. അതായത് 1000 സ്വലാത്ത് ശഅബാനിൽ ചൊല്ലിയാൽ അയാൾ മരിക്കൂല. ആ കൊല്ലം മരിക്കൂല എന്നല്ല, അയാൾക്ക് മരണമില്ല. ഇതെന്തോ ഉസ്താദി പറയുന്നത്? മരണമില്ലാന്നോ? മരണം ഉണ്ടാവില്ലേ? മരണം ഉണ്ടാകും. അമലുകൾക്ക് മരണമില്ലാന്ന്. നമ്മുടെ കൈയും കാലിനും മരണം ഉണ്ടായി, നമ്മൾ മരിച്ച് കബറിൽ പോയി, എന്താ വിരോധമുള്ളത്? ഏതായാലും ഉണ്ടാകണമല്ലോ, അത് സിസ്റ്റമാണല്ലോ. പിന്നെയോ അമലുകൾക്ക് മരണം, നമ്മൾ മരിച്ചോടെ നമ്മൾ നിസ്കാരം നോമ്പോ അമലുകൾക്ക് മരിച്ചു പോയില്ലേ? ഇനി അതിന് ജീവൻ ഉണ്ടാകില്ലല്ലോ, ഇനി അതിങ്ങനെ നടക്കില്ലല്ലോ. ഇല്ല, പക്ഷെ അതിവിടെ നടക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അമലുകൾ, നന്മകൾ ഇവിടെ നടക്കണം. അതാണ് യഥാർത്ഥ ജീവിതം. അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥ ഒരു മുഅ്മിന് മരണം ഉണ്ടാകില്ല ഈ 1000 ഈ പുണ്യവചനം ചൊല്ലിയാൽ, അല്ലെങ്കിൽ 1000 സ്വലാത്ത്. ഏത് സ്വലാത്തും ആ വലിയ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മത്തിന് കൊടുക്കുന്നുണ്ട്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്ന ഹദീസാണ് കേട്ടോ. അത് എവിടെന്നെങ്കിലും വലിച്ചു കൊണ്ടുവന്ന് ആരും കാണാത്ത ഒന്നും എല്ലാവരും കേൾക്കാത്തയല്ല. ഇമാം ഗസ്സാലി തങ്ങൾ ഈ പ്രഗത്ഭമായ ഹദീസ് പ്രിയപ്പെട്ടവരെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ 1,00,000 ആവശ്യങ്ങൾ വീട്ടി തരുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല 1,00,000 നന്മകൾ രേഖപ്പെടുത്തുന്ന, 1,00,000 തിന്മകൾ മാറ്റി നൽകുന്ന, 1,00,000 പദവി അള്ളാഹിൻ്റെ മുന്നിൽ കൂട്ടി നൽകുന്ന 1000 മലക്കുകളെ ഒരു കൊല്ലത്തേക്ക് അടുത്ത ശഅബാൻ വരെ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി പറഞ്ഞയക്കുന്ന, അവരെ കൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മുടെ ജീവിതകാലം മുഴുവൻ ദ്വാരപ്പിക്കുന്ന, ദ്വാ ചെയ്യിപ്പിക്കുന്ന, നമ്മൾ മരിച്ച് കബറിൽ പോയ 1000 മലക്കുകളെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും നന്മ കൊണ്ട് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നോൺ സ്റ്റോപ്പ്, അതായത് ഒരു മനുഷ്യന് മരണമില്ലാത്ത ജീവിതം സമ്മാനിക്കുന്ന ഈ പുണ്യകർമ്മം പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ 1000 സ്വലാത്തിൽ എത്ര മിനിറ്റ് വേണം? ഒന്ന് കണക്കൂട്ടി വയ്ക്കുക. വേണ്ട, കണക്കൊന്നും കൂട്ടണ്ട, ഒന്ന് ചൊല്ലി വയ്ക്കുക എത്ര മിനിറ്റ് വേണമെന്ന്. സ്വലാത്ത് ഇല്ലാൻ പറ്റാത്തവർക്ക് പീരീഡ്സിൻ്റെ സമയത്ത് തടസ്സമുണ്ടോ? പീരീഡ്സിൻ്റെ സമയമാണ്, സ്വലാത്ത് ഇല്ലാൻ തടസ്സമുണ്ടോ? നിസ്കാരം പറ്റൂല, ഖുർആൻ തൊടാൻ പറ്റൂല, ഖുർആൻ എടുക്കാൻ പറ്റൂല, ഓതാൻ പറ്റൂല, ഒക്കെ ഹറാമാണ്. സ്വലാത്തോ ഒരു തടസ്സമില്ല. അതുകൊണ്ട് എല്ലാവരും എൻഗേജഡ് ആകണം. 1000 സ്വലാത്ത് ഉസ്താദെ ഞാൻ ഇന്ന് ചൊല്ലി, കമൻറ്റിൽ കാണണം. അല്ലെങ്കിൽ ഉസ്താദെ ഞാൻ ചൊല്ലാൻ തീരുമാനിച്ചു, അൽഹംദുലില്ലാ. നിർബന്ധമാണ്, നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റിലൊന്ന് വന്നു പോകണം എന്ന് വളരെ വിനയത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ലൈക്ക് ഒരുപാട് പേർക്ക് ക്ലാസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് എത്താൻ ഒരു കാരണമാകും. എന്തിനാ നന്മ അല്ലെങ്കിൽ ആ അവസരം പ്രിയപ്പെട്ടവരെ നശിപ്പിച്ച് കളയുന്നത്? ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, വിജയത്തിലും സലാമത്തിലും ആക്കട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി തരട്ടെ. റജബും ശഅബാനും ബറക്കത്ത്, റമദാനിലേക്ക് ആഫിയത്തോടെ സലാമത്ത്.
അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفيها